Hello friends, welcome to my YouTube channel Haru and Tanu. ചെമ്പരത്തി പൂവിൻ്റെയും ചെമ്പരത്തി ഇലയുടെയും ഒക്കെ ഗുണങ്ങൾ എത്ര പറഞ്ഞാലും മതിയാകില്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചെമ്പരത്തി പൂവും ഇലയും ഒക്കെ ഉപയോഗിച്ച് വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു ഹെയർ പാക്കും ഹെയർ വാഷുമാണ് കാണിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് 4 ചെമ്പരത്തി പൂവ് നമുക്കൊരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. മുട്ട തലയിൽ തേക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഫ്ലാക്സ് സീഡ് ജെല്ല് വളരെ നല്ലൊരു ഓപ്ഷനാണ്. അതല്ലെങ്കിൽ നല്ല പഴുത്ത പഴം വളരെ നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് മുട്ടയ്ക്ക് പകരമായിട്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഇതായിരിക്കും നമ്മുടെ ഹെയർ പാക്കിൻ്റെ കളറ്. ചെമ്പരത്തി പൂവ് മുട്ടയുടെ ഒപ്പം അടിച്ചെടുക്കുമ്പോൾ ഈ ഒരു കളറായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇത് തലയിൽ തേച്ച് കൊടുക്കാം. ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് സ്കാൽപ്പിലും ഹെയറിലും ഞാൻ കയ്യുണ്ണി ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. തലമുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ ഡാൻഡ്രഫും ഹെയർ ഫോളും ഒക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഈ ഒരു ഹെയർ പാക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പാർട്ടീഷൻസ് എടുത്തിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടിയിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. മുട്ട ഒരു നാച്ചുറൽ കണ്ടീഷണറാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഫ്ലാക്സ് സീഡും അഥവാ ബനാന യൂസ് ചെയ്താലും തലമുടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഹെയർ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഹെയർ മുകളിലേക്ക് കെട്ടിവെക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അടുത്തതായിട്ട് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷാംപൂ ആണ് കാണിക്കുന്നത്. ഇതിനായിട്ട് 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ചെറുപയർ, 1 ടീസ്പൂൺ ഉഴുന്ന് എന്നിവ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രി നമുക്ക് സോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് നമുക്ക് ഒരു മിക്സിയിലേക്ക് മാറ്റാം. ഈ 3 ഇൻഗ്രീഡിയൻസിലും ധാരാളമായിട്ട് പ്രോട്ടീൻസ് ഉണ്ട്. നമ്മുടെ തലമുടി പൊട്ടുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. പുതിയ തലമുടി വളരാനും ഇത് സഹായിക്കും. തലയിൽ ഉണ്ടാകുന്ന ഡസ്റ്റും ഡേർട്ടും വേർപ്പും ഒക്കെ മാറ്റാനായിട്ട് ഈ 3 ഇൻഗ്രീഡിയൻസും സഹായിക്കും. ഇതിൻ്റെ ഒപ്പം 5 or 6 ചെമ്പരത്തി ഇലയും 2 or 3 ചെമ്പരത്തി പൂവും നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഒരു അരിപ്പ വെച്ച് നമുക്ക് ഒന്ന് അരിച്ചിട്ട് തലയിൽ തേക്കാവുന്നതാണ്. അരിച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല. എങ്കിലും ആ ചെമ്പരത്തി പൂവിൻ്റെയോ ഇലയുടെയോ ഒക്കെ ചെറിയ പീസസ് തലമുടിയിൽ കുടുങ്ങാതിരിക്കാനായിട്ടാണ് ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. നീരിറക്കം, ചുമ, ജലദോഷം എന്നിവയൊക്കെ പെട്ടെന്ന് വരുന്നവർക്ക് ഞാൻ ഈ ഒരു ഹെയർ പാക്കും ഹെയർ വാഷും സജസ്റ്റ് ചെയ്യില്ല. കാരണം നമ്മുടെ ശരീരം നന്നായിട്ട് തണുപ്പിക്കാനായിട്ടാണ് ഇത് സഹായിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ് ഹരു ആൻഡ് തനു. ബൈ.